കഴിഞ്ഞ ദിവസം മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ കണ്ണീരണിഞ്ഞ വികാരനിർഭരമായ ഒരുപാട് പേരുടെ വാർത്തകൾ നിറഞ്ഞു കവിയുകയാണ്. ഹാദിയ എന്ന് പറയുന്ന സഹോദരിയുടെ അമ്മ മരണപ്പെട്ടു. ഹാദിയ കാണാൻ പോയില്ല. ഹാദിയയെ ഭർത്താവ് അനുവദിച്ചില്ല, അല്ലെങ്കിൽ മതം അനുവദിച്ചില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദികൾ മുഴുവൻ മതമാണ്, ഹാദിയ അല്ല, അല്ലെങ്കിൽ വേറെ ആരുമല്ല. ഉത്തരവാദികൾ മുഴുവൻ മതമാണ്. അതുകൊണ്ട് ആ ജിഹാദിനെതിരെയുള്ള പോരാട്ടം, പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ വല്ലാതെ മൂപ്പിച്ച് കത്തിക്കാൻ പല കോണുകളിൽ നിന്ന് ശ്രമമുണ്ട്. ആർ.വി. ബാബു വികാരനിർഭരമായി എഴുതി. എന്നാൽ ആർ.വി. ബാബു പള്ളിയിൽ കിടന്നുറങ്ങിയ റിയാസ് മൗലവിയുടെ ഭാര്യയും മക്കളും അവർക്കിനി ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ ഭർത്താവിനെ കാണാനേ കഴിയില്ല എന്ന ദുഃഖത്തെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. നമ്മുടെ ഫൈസൽ കുടിഞ്ഞി എന്ന് പറയുന്ന 30-35 വയസ്സുള്ള ഒരാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമൊന്നും മകനെ ഇനി ഒരിക്കൽ പോലും കാണാൻ കഴിയാത്ത വിധം വെട്ടിക്കൊന്ന് നുറുക്കി വിട്ടതിനെക്കുറിച്ച് സങ്കടമില്ല. ആരിഫ് ഹുസൈനും സങ്കടമില്ല. ഇവർ രണ്ടുപേരും സങ്കടപ്പെടുന്നത് മുഴുവൻ ഇത് തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മതത്തെയാണ്. എന്നാൽ മറുവശത്ത് ഒരു കാര്യവുമില്ലാതെ സംഘപരിവാറുകാർ, തീവ്ര ഹിന്ദുത്വവാദികൾ കൊന്നുതള്ളിയ ഈ രണ്ടുപേരുടെയും ഭാര്യമാർക്കും അവരുടെ മാതാപിതാക്കൾക്കും മക്കൾക്കുമുള്ള അവകാശങ്ങളെക്കുറിച്ച് അവർ കരയാൻ ശ്രമിച്ചിട്ട് കണ്ണിൽ നിന്ന് അല്പം പോലും വെള്ളം പുറത്തേക്ക് വരുന്നില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിലൂടെ എന്താണ് എന്നെനിക്കറിയില്ല. ഏതായാലും ഇതാണ് സംഭവം. അതിൻ്റെ കുറിപ്പ് ഒന്ന് വായിക്കുകയും അതിലെന്താണ് അതിൻ്റെ നിലപാടെന്ന് പറയുകയും ചെയ്യേണ്ടതുണ്ട്. ആരിഫ് ഹുസൈൻ തെരുവത്ത് എഴുതുന്നത്, ആണായ സ്വന്തം ബാപ്പ മരിച്ചാലും ഭർത്താവ് അനുവദിച്ചാൽ മാത്രമാണ് ഭാര്യയ്ക്ക് സ്വന്തം വീട്ടിൽ പോകാനുള്ള അനുവാദമുള്ളൂ. പിന്നെയാണ് വെറും പെണ്ണായ അമ്മ. അതാണ് ഇസ്ലാം. കീഴൊതുങ്ങലാണ് ഇസ്ലാം. അടിമത്തമാണ് ഇസ്ലാം. അതാണ് ഈ മതത്തെ പേപ്പട്ടി മതമെന്ന് വിളിക്കുന്നത്. ആ അമ്മയ്ക്ക് ആദരാഞ്ജലികൾ എന്നാരാ പറയുന്നത്? സ്വന്തം അമ്മ ഗർഭിണിയായ ആ ഗർഭം ധരിച്ചിരുന്ന വയറിൽ തുണിയില്ലാതിരുന്നതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് പുറത്തുവിടാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മകനാണ് ഈ അമ്മയുടെ ദുഃഖത്തെക്കുറിച്ച് പറയുന്നത്. 2-3 വിവാഹം കഴിച്ച് അവരെ പരമാവധി ചൂഷണം ചെയ്ത് അവർ ജീവനും കൊണ്ടുകൂടി രക്ഷപ്പെട്ട 2 സ്ത്രീകളും അതിൽ പറഞ്ഞ 2 കുട്ടികളുടെയും കണ്ണീരും അവരുടെ ദുഃഖം പോലും കാണാൻ കഴിയാത്ത ഹിക്കയാണ് ഈ വലിയ പ്രയാസം ഹാദിയയ്ക്ക് വേണ്ടി രേഖപ്പെടുത്തുന്നത്. ഹിക്ക ഇത് പറഞ്ഞ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഉമ്മായ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏത് സമയവും ഇത് പുറത്തുവിട്ട് കളയും എന്ന് ഭീഷണിപ്പെടുത്തിയ വീഡിയോ എൻ്റെ കൈവശമുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കണ്ടെങ്കിൽ മാത്രമേ ഈ എഴുത്തിൻ്റെയൊക്കെ ഒരു ആത്മാർത്ഥത ഒന്ന് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് അതൊന്ന് കാണാം. ശ്രദ്ധിച്ച് കേട്ടോണം. ആവർത്തിച്ച് പറയാൻ എനിക്ക് പ്രയാസമാണ് ആ വാക്കുകൾ പറയാൻ. അതുകൊണ്ടാണ് അവരുടെ ആ നാട്ടിലില്ല എന്ന് തന്നെ പറയാം. ഉമ്മ പള്ളയും കാണിച്ച് ഫോട്ടോ എടുത്ത് നടന്നിരുന്ന സാധനമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതൊന്നും എടുത്ത് പുറത്തേക്ക് ഇടാനൊന്നും നമ്മളെ കിട്ടും. ഉമ്മാനെ വിളിച്ചിട്ട് അതിനുള്ള മറുപടിയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനിയും ഇത് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മാനെ പബ്ലിക്കലി നാറ്റിച്ചിട്ടായാലും ശരി, നമ്മൾ അതിന് മറുപടി കൊടുക്കേണ്ടി വരും എന്നൊരു ഘട്ടം വന്നാൽ നമ്മളത് ചെയ്യും. കാരണം ഉമ്മാക്ക് ഞാൻ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഉമ്മ തുണിയിടാത്ത പള്ള അത് ഈ പറഞ്ഞതുപോലെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മകനാണ്. അത് ഉമ്മായെ നാറ്റിക്കാൻ വേണ്ടി ഏത് ഘട്ടത്തിലും ഉപയോഗിക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്ന മകനാണ്. മരിച്ചുപോയ ഒരു അമ്മയുടെ ദുഃഖം വളരെ വേദനയോടെ പങ്കുവച്ച് അതിനെ പേപ്പട്ടി മതം എന്ന് വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആൾ ആ പട്ടി അല്ലെങ്കിൽ പേപ്പട്ടി എന്നൊക്കെ പറഞ്ഞാൽ അതിന് ചിലപ്പോൾ പ്രയാസമാകുമെന്നുള്ളതുകൊണ്ട് ഞാനങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മാത്രമല്ല, നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങനെയൊന്നും പറയരുത് എന്ന് ഇടയ്ക്കിടെ പറയുന്നത് കൊണ്ടുകൂടി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ ഇതിനകത്ത് പറയുന്ന മതം, അതായത് ഒരു ആൾ ഈ മതപരിവർത്തനം നടത്തുക അല്ലെങ്കിൽ വേറൊരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറുക എന്ന് പറയുന്നത് ഒരു സങ്കീർണമായ പ്രക്രിയയാണ്. അതിനെ സംബന്ധിച്ച് ഈ ആര് മാറുന്നതിനെയും വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. അതായത് അത് അവരവരുടെ ഇഷ്ടമാണ്. അങ്ങനെ മാറുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസിനെ സംബന്ധിച്ച് അവരവർ നല്ല ബോധ്യത്തിൽ വേണം മാറാൻ. ഇസ്ലാം മതം ഒരു ഘട്ടത്തിൽ പോലും ഏതെങ്കിലും ഒരാൾ മതം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ആ മതം മാറുന്നതിൻ്റെ പേരിൽ ബന്ധത്തെ, മാതാപിതാക്കളെ ഒരിക്കലും ആ ബന്ധം മുറിക്കുന്നതിനോ
അവരെ തടയുന്നതിനോ അല്ലെങ്കിൽ ആ ബന്ധത്തിൽ ആരെങ്കിലും ഭർത്താവ് പോലും വിലക്കേർപ്പെടുത്തുന്നതിനെയോ ഇസ്ലാം ഫണ്ടമെൻ്റലി അനുവദിക്കുന്നില്ല. അങ്ങനെ ഈ മതത്തിലേക്ക് വന്നിട്ടുള്ള മുഴുവൻ ആളുകളും ആണും പെണ്ണുമെല്ലാം അവരവരുടെ കുടുംബങ്ങളും അവരവരുടെ മാതാപിതാക്കളെയും ഒക്കെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ആ വ്യക്തി എന്നുള്ള നിലയിൽ ബാധ്യതയാണെന്ന് മാത്രമല്ല, ഇസ്ലാം മതത്തിലേക്ക് വരുമ്പോൾ ആ ബാധ്യത വളരെ കൃത്യമായി ഒരു മകനെന്നുള്ള നിലയിൽ തടയപ്പെടാനാകാത്ത വിധമുള്ള ഉത്തരവാദിത്വമാണെന്ന് പ്രവാചകനും വ്യത്യസ്ത മദ്ഹബുകളും അതിനെക്കുറിച്ചിറങ്ങിയിട്ടുള്ള ഫത്വകളും വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. ഇസ്ലാം അത്തരത്തിലൊരു സംഗതിയെ വിലക്കിയിരുന്നെങ്കിൽ ഇന്നും ഇന്നലെയൊന്നും അല്ലല്ലോ ഈ വിഷയം തുടങ്ങേണ്ടത്. ഈ ഇസ്ലാം മതവും ക്രൈസ്തവ മതവും ഇവിടെ ഇന്ത്യയിൽ ഹിന്ദുമതത്തിൽ നിന്ന് അവിടെ നിന്നുണ്ടായ വിശ്വാസികൾ ആ വിശ്വാസധാര സ്വീകരിച്ചു വന്നവരാണല്ലോ. അന്നേ കലാപമൊക്കെ ഉണ്ടാവണമല്ലോ. അന്നും ആരിഫുമാരുണ്ടായിരുന്നല്ലോ, അന്നും RV ബാബുമാരുണ്ടായിരുന്നല്ലോ. പക്ഷേ എന്താ അതുണ്ടാകാഞ്ഞത് എന്ന് മാത്രമല്ല, ഒരാൾ അതിൽ നിന്ന് മതം മാറിയാൽ ഒരു 5-6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ ആ കുടുംബം മുഴുവൻ ഇസ്ലാം മതത്തിലേക്ക് വരുന്ന ഉദാഹരണങ്ങളാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഉള്ളത്. അപ്പം അത് തടയപ്പെട്ട സംഗതിയേ അല്ല. നമ്മളിപ്പോൾ ഒരിടത്ത് താമസിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരിടത്ത് നിൽക്കുമ്പോൾ, എനിക്ക് ഹാദിയയുടെ സ്ഥിതി എനിക്കറിയില്ല, ഒരുപക്ഷേ ഹാദിയ തന്നെ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സീൻ ഒഴിവാക്കാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും സംഗതികൾ ചെയ്യാനോ വേണ്ടി ആയിരിക്കും ആ കുട്ടി തീരുമാനിച്ചിട്ടുണ്ടാവുക. ആ കുട്ടി എന്നെ തടഞ്ഞു എന്ന് ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ ആരെങ്കിലും തടഞ്ഞതായിട്ട് പറഞ്ഞിട്ടുമില്ല. ഒരു അമ്മ മരിച്ചപ്പോൾ അവർ കാണാൻ വന്നില്ല, അത്രയാണ് വിഷയം. ഇത് എല്ലാ ജാതിയിലും മതത്തിലും ഒരു മതവും മാറാതെ എത്രയോ മക്കളുണ്ട് സമ്പത്തിന് വേണ്ടി ഈ അമ്മയെ കാണാൻ വരാത്തത്. അപ്പോൾ ഈ ആരിഫും RV ബാബുവും വല്ലതും നിലവിളിച്ച് കണ്ടിട്ടുണ്ടോ? എടാ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കുറച്ചപ്പുറത്ത് ഈ കായംകുളത്ത് കണ്ടല്ലൂരിൽ ഒരു മകൻ, അതിസമ്പന്നതയിൽ വളരുന്ന ഒരു കുടുംബത്തിലെ കണ്ണിലുണ്ണി പോലെ വളർത്തിയ മകൻ സ്വന്തം മാതാവിനെയും പിതാവിനെയും വെട്ടിക്കൊന്ന് തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഇവരുടെയൊക്കെ വാളുകളിൽ എവിടെയെങ്കിലും ഈ പറയുന്ന ഈ ലഹരി വസ്തുക്കൾക്കെതിരെ അല്ലെങ്കിൽ ഇത്തരം സംഗതികൾക്കെതിരെ എന്തെങ്കിലും സംഭവം ഉണ്ടായോ? എത്രയോ വീടുകളിലുണ്ട് മാതാപിതാക്കളെ മരിപ്പിന് കാണാൻ വരാത്തത്. മുസ്ലിമിലുണ്ട്, ഹിന്ദുവിലുണ്ട്, ക്രിസ്ത്യാനിയിലുണ്ട്, എല്ലായിടവും ഉണ്ട്. അപ്പോൾ ഇത് വരാതിരുന്നതിൻ്റെ കാരണം എന്താണെന്നും ഏതാണെന്നും മനസ്സിലാക്കാതെ അത് ഇസ്ലാമിൻ്റെ തലയിലേക്ക് കൊണ്ടുവെക്കുക. ഇപ്പോൾ ആ മകൻ അമ്മയെ കൊന്നതിന് ആരെങ്കിലും ആ പോസ്റ്റിൻ്റെ അടിയിൽ എഴുതുമോ? ഹിന്ദുമതം അതിന് മറുപടി പറയണം, ഹിന്ദുമതമായതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത് എന്നാരെങ്കിലും പറയുമോ? പറയത്തില്ല. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇവരിതിൻ്റെ കച്ചവടക്കാരാണ്. അതിപ്പോൾ ഒന്ന് കത്തിക്കണം. മതപരിവർത്തനമൊന്നും ഇപ്പോൾ പഴയതുപോലെ വിൽക്കുന്നില്ല. അതിനുവേണ്ടി ഇറക്കിയിരിക്കുന്ന ഒരു തന്ത്രം മാത്രമാണ്. ഇസ്ലാം ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഭർത്താവിനോടുള്ള അനുസരണ അത് അബ്സല്യൂട്ടല്ല എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. എന്ന് പറഞ്ഞാൽ എല്ലാ സന്ദർഭങ്ങളിലും ഭർത്താവിനെ അനുവദിച്ച് അല്ലെങ്കിൽ അവരുടെ സമ്മതത്തോടു കൂടി മാത്രമേ എന്നൊന്നും ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. പല മദ്ഹബുകളിലും പ്രവാചക വചനത്തിലുമൊക്കെ അത് ഈ പറയുന്ന സംഗതികളെ അംഗീകരിക്കുകയും ഈ എന്താ പറയുന്നത്, അവളുടെ മതപരമായ വിശ്വാസങ്ങൾക്കോ അവളുടെ അനിവാര്യമായ കുടുംബ ബന്ധങ്ങൾക്കോ അവളുടെ ഇമോഷണലായിട്ടുള്ള അനുവദനീയമായ സംഗതികൾക്കോ ഭർത്താവ് എതിര് നിന്നാൽ പോലും ആ ഭർത്താവ് എതിര് നിൽക്കുകയാണെങ്കിൽ ആ വാക്കുകളെ ധിക്കരിക്കാൻ അവൾക്ക് അനുവാദമുണ്ട്. അതുകൊണ്ടാണല്ലോ ഫസഹും ഖുലായും ഒക്കെ ഇസ്ലാമിൽ അനുവദിച്ചിട്ടുള്ളത്, പെണ്ണിന് ബന്ധമൊഴിയാനുള്ള അനുവാദം നൽകിയിട്ടുള്ളത്. പിന്നെ പണ്ഡിതന്മാരും ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇമാം ഇബ്നു ആബിദീൻ ഹനഫിയിലെ വലിയ പണ്ഡിതനാണ്. ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ഫോർ എ വുമൺ ടു ഗോ ഔട്ട് ഫോർ ദ ഫ്യൂണറൽ ഓഫ് ഹെർ പേരൻസ്, പ്രിവെൻറ്റിംഗ് ഹെർ ഈസ് കൺസിഡേർഡ് ഹാർഷ്നെസ്. ഒരു കാരണവശാലും അവളെ തടയാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിക നിയമം. ഇമാം അൽ നവവി ഷാഫി സ്കോളറാണ്. ഇമാം അൽ നവവി അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് പെർമിസിബിൾ ഫോർ വിമൺ ടു അറ്റൻഡ് ദ ഫ്യൂണറൽ എസ്പെഷ്യലി ഫോർ ക്ലോസ് റിലേറ്റീവ്സ്. അതായത് ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് അങ്ങനെ പോകാനുള്ള എല്ലാ അനുവാദവും നൽകിയിട്ടുണ്ട്. പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസുണ്ട്. ദെയർ ഷുഡ് ബി നൈദർ ഹാമിങ് നോ റെസിപ്രോക്കേറ്റിംഗ് ഹാം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിൽ അവരെ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നതാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇസ്ലാമിക് റൂളിംഗ് ഈസ് എ ഹസ്ബൻഡ് കനോട്ട് ഇസ്ലാമിക്കലി പ്രിവെൻറ്റ് ഹിസ് വൈഫ് ഫ്രം അറ്റൻഡിങ് ഹെർ ഫാദേഴ്സ് ഫ്യൂണറൽ വിത്തൗട്ട് എ ലെജിറ്റിമേറ്റ് ഇഷ്യൂ. അറ്റൻഡിങ് ഈസ് പെർമിസിബിൾ ആൻഡ് ഫോർ എ പേരൻറ്റ് ഈവൻ റെക്കമെൻഡഡ്. അതായത് അക്കാര്യത്തിൽ ഒരു തടസ്സം ഉണ്ടത്തില്ല. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ലെജിറ്റിമേറ്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാളവിടെ ചെല്ലുന്നു, അവിടെ വലിയ കലാപം നടക്കും,
വലിയ ആക്രമണം നടക്കും. ഇത്രയും നാൾ പോയിട്ട് നീ ഇപ്പോൾ വന്നേതോടിയെന്ന് ചോദിക്കും. ചിലപ്പോൾ ആളുകൾ ആക്രമിക്കാൻ ചെല്ലും. അങ്ങനെയൊക്കെ വരുന്ന ഒരു ഇഷ്യൂ ഉണ്ടാകുമെങ്കിൽ അവിടെ ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. അതേസമയം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലെങ്കിൽ യാതൊരു വിഷയവുമില്ല. ഇവിടെ ഇപ്പോൾ എത്രയോ ആളുകൾ മതം മാറുന്നു, അവരെ മാതാപിതാക്കളുമായുള്ള ബന്ധം നിലനിർത്തുന്നു. വേറെ ഏതെല്ലാം മതത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കല്യാണം കഴിക്കുന്ന എത്രയോ പേരുണ്ട് ഇപ്പോൾ കേരളത്തിൽ, ഇഷ്ടം പോലെ പേരുണ്ട്. അവരാ ബന്ധങ്ങളൊക്കെ നിലനിർത്തുന്നു. പക്ഷേ അതിനിടയിൽ ഈ RV ബാബുമാരും ആരിഫുമാരും ശശികലമാരും കൃഷ്ണരാജുമാരും ഒക്കെ വിഷം കലർത്താൻ ചെല്ലുമ്പോഴാണ് ഈ വിവാദം ഉണ്ടാകുന്നത്. BJP നേതാക്കളുടെ കുടുംബത്തിലേക്ക് നോക്കിയാൽ പോരെ, സുബ്രഹ്മണ്യ സ്വാമിയുടെ കുടുംബത്തിൽ വല്ല വഴക്കമുണ്ടോ? അതുപോലെ എത്രയോ നേതാക്കളുടെ കുടുംബത്തിൽ വല്ല വഴക്കമുണ്ടോ? ഇനി ഹനഫി മദ്ഹബിലെ റൂളിംഗ് എന്താണെന്നറിയോ? ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ഫോർ വിമൻ ടു അറ്റൻഡ് ദ ഫ്യൂണറൽ ഓഫ് ദെയർ ക്ലോസ് റിലേറ്റീവ്സ് പ്രിവെൻറ്റിംഗ് ദം ഈസ് കോൺട്രറി ടു ഗുഡ് കോണ്ടാക്ട്. ഒരിക്കലും അതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നത് ശരിയല്ല, അങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പാടില്ല. ഷാഫി മദ്ഹബ് പറയുന്നത് എന്താണെന്നറിയോ? ഇറ്റ് ഈസ് പെർമിസിബിൾ ഫോർ വിമൻ ടു അറ്റൻഡ് ഫ്യൂണറൽസ് എസ്പെഷ്യലി ഫോർ ദെയർ ക്ലോസ് റിലേറ്റീവ്സ്. അനുവദനീയമാണ്. മാലിക് മദ്ഹബ് കുറച്ചുകൂടി പറയുന്നു, ദർ ഈസ് നോ ഹാം ഇൻ എ വിമൻ ഗോയിങ് ഔട്ട് ഫോർ എ ഫ്യൂണറൽ ഇഫ് ഫിത്ന ഈസ് നോട്ട് ഫിയർഡ് എസ്പെഷ്യലി വെൻ ഇറ്റ് ഈസ് ഫോർ ക്ലോസ് റിലേറ്റീവ്. അതായത് അങ്ങനെ പോകുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അതായത് ഫിത്നയെ ഭയപ്പെടുന്നില്ലെങ്കിൽ, കുഴപ്പങ്ങളെ ഭയപ്പെടുന്നില്ലെങ്കിൽ, അക്രമങ്ങളെ ഭയപ്പെടുന്നില്ലെങ്കിൽ അതിലൊരു വിഷയമില്ലെന്നാണ് പറയുന്നത്. ഹനഫി മദ്ഹബ് പറയുന്നു, ഇറ്റ് ഈസ് നോട്ട് ഡിസ്ലൈക്ഡ് ഫോർ വിമൻ ടു അറ്റൻഡ് ഫ്യൂണറൽ ഇഫ് ദെയർ ഈസ് നോ ഫിത്ന ഇൻവോൾവ്. ഹനഫി മദ്ഹബും അതുതന്നെയാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇസ്ലാം മതം അത്തരമൊരു ബന്ധം മുറിക്കാൻ ആവശ്യപ്പെടുന്നില്ല. ഹദിയയുടെ മേൽ അങ്ങനൊരു ഇസ്ലാമികമായ ബാധ്യതയില്ല. അത് തീരുമാനിക്കേണ്ടത് ഹദിയയാണ്. ഹാദിയെ തടയാൻ ആർക്കുമാവില്ല. ഇനി അവരേത് അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് എനിക്കറിയില്ല. അവർ ഭർത്താവിനോടൊപ്പമാണോ, ഇനി അല്ലെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എനിക്കറിയില്ല. അതെല്ലാം ഒരാൾ സ്വയം തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വൈകാരികവും അത്തരവുമായ കാര്യങ്ങളാണ്. ആരും ഇതിനെ തടയപ്പെട്ടിട്ടില്ല. അവർക്ക് തിരിച്ചു പോകണമെന്നതിന് യാതൊരു വിലക്കുമില്ല. അങ്ങനെ പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ കണ്ണീര് കാണുന്ന ആരിഫും ബാബുവും ഒക്കെ നിർബന്ധമായും റിയാസ് മൗലവിയുടെ ഭാര്യയെയും കൊടിഞ്ഞി ഫൈസലിൻ്റെ ഭാര്യയെയും പോയി കാണണം. ഇതിപ്പോൾ അമ്മ സ്വാഭാവികമായി മരിച്ചത്. അമ്മയ്ക്ക് സന്തോഷത്തോടെ കണ്ട് അറിഞ്ഞ് മരിക്കാൻ പറ്റി, അവൾ എവിടെയെങ്കിലും ഏത് ജാതിയിലായാലും ജീവിച്ചിരിപ്പുണ്ടെന്ന്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ നിരപരാധികൾക്ക് അതിനുള്ള അവസരം പോലും നൽകാത്ത ഹിന്ദുത്വ ഭീകരവാദികളുടെ ഏജൻറ്റുമാരായ നിങ്ങൾ പറയുന്നതിനോട് പരമപുച്ഛം മാത്രം.